ഹായ് കൂട്ടുകാരെ, ഹായ്. ഇന്നത്തെ എൻ്റെ യാത്ര ലോകപ്രസിദ്ധമായ യൂറോപ്പിലെ നോക്ക് ബസിലിക്കയിലേക്കാണ്. മേരി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന കാരണത്താൽ ലോകപ്രസിദ്ധമായി മാറിയ ഒരു ബസിലിക്കയാണ് നോക്ക് ബസിലിക്ക. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 58 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ വളരെ നാളുകളായി നോക്ക് ബസിലിക്കയിൽ എത്തണമെന്നും ഇവിടെ സന്ദർശിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇക്കുറി അത് സാധിപ്പിച്ചെടുക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കൃത്യം 9 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം 11:15 ബസിലിക്കയിലെത്തി. വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 400 മീറ്ററോളം അകത്തേക്ക് നടന്ന് ഒരു വലിയ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. ആ ഗ്രൗണ്ടിൽ നിന്നും പതിയെ ചർച്ചിനുള്ളിലേക്ക് നടന്നാൽ അതിവിശാലമായ വിശ്വാസികൾ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം കാണുവാൻ കഴിയും. അതിമനോഹരമായി ഗംഭീരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇരിപ്പിടങ്ങളാണ്. ഏകദേശം 10,000 പേർക്ക് ഇരിക്കുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനും അവിടെ പയ്യെ ഒരു ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. 1879 ഓഗസ്റ്റ് മാസം 21-നാണ് ഈ നോക്ക് ബസിലിക്ക പള്ളി എന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 15ഓളം പേർ അവിടെ ഈ ചർച്ചിൽ എന്തോ നടക്കുന്നു, സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കി ചർച്ചിലേക്ക് ഓടിയെത്തി. അങ്ങനെ എത്തിയ ഇവരുടെ മുമ്പിൽ മേരി മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ സമയം ഇടവൽ പള്ളിയുടെ ചുമരിൽ വിശുദ്ധ മേരി മാതാവ് പ്രത്യക്ഷയാകുകയും അവിടെ ഒരു ചരിത്രം പിറക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഓടി വന്ന 15 പേരുടെ കൂടെ യുവാക്കളും ബാലന്മാരും വൃദ്ധന്മാരും അങ്ങനെ എല്ലാ കൂട്ടരും ഉണ്ടായിരുന്നു. വെസ്റ്റ് അയർലൻഡിലെ മയോ ജില്ലയിലെ നോക്ക് എന്നു പേരായ ഒരു ചെറു ഗ്രാമമുണ്ട്. അത് പിന്നീട് പട്ടണമായി മാറുകയും ഈ പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം, ലോകത്തിലെ ആകർഷണ കേന്ദ്രവുമായി ഈ ബസിലിക്ക മാറുകയും ചെയ്തു എന്നതാണ് സത്യം. വാസ്തുശില്പിയായ ദൈതി ഹാർലിയാണ് കോൺക്രീറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആധുനിക വാസ്തുവിദ്യാ ശൈലിയിൽ ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അതിനും ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ജോൺ പോൾ II മാർപ്പാപ്പ 10,000 പേർക്ക് ഒരേ സമയം ദിവ്യബലി കൈക്കൊള്ളുന്ന തരത്തിൽ ഉള്ള ഇരിപ്പിടങ്ങൾ വിശ്വാസികൾക്കായി സമർപ്പിച്ചു. ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് അയർലൻഡിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച കല്ലുകൾ കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിവ്യബലി അർപ്പിക്കാൻ നിൽക്കുന്നതിന് തൊട്ട് പിന്നിലെ ചുവരുകളിലുള്ള ഫോട്ടോ 1.5 മില്യൺ ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചത് ജോയ് ഓട്ടൂൾ ആണ്. എല്ലാ സഭകൾക്കും എല്ലാ മാസത്തിലും കുർബാന ചൊല്ലുവാൻ ഇവിടെ അവസരം ലഭിക്കാറുണ്ട്. മാതാവിൻ്റെ കണ്ണുകളും കൈയും പ്രാർത്ഥനയോടെ സ്വർഗത്തിലേക്ക് നോക്കുന്ന രീതിയിലും വലതുവശത്ത് യോസേഫ് പിതാവും ഇടത് കൈയിൽ തുറന്ന പുസ്തകമായി യോഹന്നാൻ ശ്ലീഹായും കാണപ്പെട്ടു. അദ്ദേഹം പ്രസംഗിക്കുന്ന രീതിയിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ശബ്ദം കേൾക്കുവാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞില്ല. തൊട്ടടുത്ത് തന്നെ കുഞ്ഞാടും കുരിശും സമീപത്തുണ്ടായിരുന്നു. 2 മണിക്കൂറിലധികം വിശ്വാസികൾ ഇത് കാണുകയും ഈ 15 പേരും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജോൺ പോൾ II മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ, മദർ തെരേസ എന്നിവർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഈ പ്രധാനപ്പെട്ട ബസിലിക്കയ്ക്ക് തൊട്ട് വെളിയിലായി കാണുന്നതാണ്. ഇതിനുള്ളിൽ ഇവർ പ്രത്യക്ഷപ്പെട്ട ആ രൂപം കൃത്യമായി കൊത്തിവെച്ചിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ചർച്ച് അതിവിശാലമായ പാർക്കിങ്ങും അതിഗംഭീരമായ ഡെക്കറേഷനും വിശ്വാസികൾ ഇരിക്കുവാനായിട്ട് ഗ്രൗണ്ടിൽ ഇരിക്കുവാനും അതിന് പുറത്തൊരു കല്ല് കാണുന്നുണ്ട്. ഈ 15 പേർ, ഇവരെ കണ്ട ഈ 15 പേർ അവരുടെ സാക്ഷ്യം എഴുതി വെച്ച പണ്ടത്തെ കാലത്തെ ഒരു കല്ല് ഈ പള്ളിയുടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതും വിശ്വാസികൾ തൊട്ട് വണങ്ങുകയും മുത്തം കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കല്ലായി മാറിയിട്ടുണ്ട് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കാണുന്ന ഇതേ രീതിയിലാണ് മാതാവ് അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത്. സഞ്ചാരികളെ അല്ലെങ്കിൽ വിശ്വാസികളെ കാർ പാർക്കിങ്ങിൽ നിന്നും അകത്തേക്ക് നടക്കുവാൻ വയ്യാത്തവരെ കൊണ്ടുവരുവാനായിട്ട് വാഹന സൗകര്യം, ഗതാഗത സൗകര്യം ഇവിടെയുണ്ട്. ഇത് ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ കയറി ഇവർക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഇറങ്ങാം. ഇത് അതിവിശാലമായി കിടക്കുകയാണ്. അപ്പം നമ്മളെല്ലാം നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ചാപ്പൽ, ചർച്ച്, കത്തീഡ്രൽ, ബസിലിക്ക. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സത്യത്തിൽ എല്ലാവർക്കും അറിയില്ലതാണ്. ചാപ്പലിനെ സാധാരണയായി കുരിശുപള്ളി എന്നാണ് പറയുക. ഇവിടെ സ്ഥിരമായി കുർബാന കാണണമെന്നില്ല. ഒരു ഇടവകയുടെ കീഴിൽ അനേകം ചാപ്പലുകൾ കണ്ടേക്കാം. കോളേജുകൾ, ഹോസ്റ്റലുകൾ, മഠങ്ങൾ എന്നിവയിലും ചാപ്പലുകൾ കാണും. ഇനി ചർച്ച് എന്നാൽ ഒരു ഇടവയ്ക്ക് ഒരു പള്ളിയും ഒരു കുർബാന കൊടുക്കുവാനായി ഒരു വൈദികനും ഉണ്ടാകും. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സഭയോട് ആഭിമുഖ്യം പുലർത്തുന്നവർ ഒന്നിച്ചു കൂടി കുർബാന കൈക്കൊള്ളുവാൻ
എത്തുന്ന സ്ഥലമാണ് ഇടവക എന്നറിയപ്പെടുന്നത്. ഇടവകയുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ഒരു വൈദികനും അദ്ദേഹത്തെ സഹായിക്കുവാൻ ഒന്നിലധികമോ വികാരിമാരോ വൈദികരോ ഉണ്ടാകുകയും ചെയ്യും. ഇനി അതും കൂടാതെ കുറേ ഇടവകൾ ചേരുന്നതാണ് കത്തീഡ്രൽ. ബിഷപ്പ് സ്ഥിരമായി കുർബാന ചൊല്ലുന്ന ഇടമാണ് കത്തീഡ്രൽ. ഞാൻ ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ സമീപത്തായി അനേകം ചെറുകടകളും സൊവനിയർ കടകളും കൊന്തകളും കുരിശുകളും അങ്ങനെ എല്ലാം വിൽക്കുന്ന കടകളും അതുകൂടാതെ ഒരു ചാരിറ്റി ഷോപ്പും കാണാൻ കഴിയും. ചാരിറ്റി ഷോപ്പ് എന്നാൽ ഈ അയർലൻഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഇത്തരം ചാരിറ്റി ഷോപ്പ് കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം വൃത്തിഹീനമാകാത്ത, അതായത് കയ്യും കാലുവും ഒടിയാത്ത കസേരകളും മേശകളും അങ്ങനെ എന്ത് സാധനങ്ങളും വസ്ത്രങ്ങളടക്കം വളരെ വൃത്തിയുള്ളവ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടവർ ഇത് കഴുകി വൃത്തിയാക്കിയാൽ തുടച്ച് വൃത്തിയാക്കി പോളിഷൊക്കെ ചെയ്ത് കസേരയൊക്കെ പോളിഷ് ചെയ്ത് ഈ ചാരിറ്റി ഷോപ്പിൽ കൊണ്ടുപോയി സൗജന്യമായി കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കുന്നതാണ്. ഇവരിത് ചെറിയ ഒരു തുക ഇതിന് വിലയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ വിൽക്കുന്ന പണം ഇവർ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. ഇതാണ് ചാരിറ്റി ഷോപ്പ്. പിന്നെ ഈ കാണുന്ന കന്നാസുകളും ചെറു ഡപ്പികളുമെല്ലാം വിശ്വാസികളും സഞ്ചാരികളുമെല്ലാം ഇവിടുന്ന് ചെറിയ തുക 29 സെൻറ്റ് 39 സെൻറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടുത്തെ ദിവ്യജലം കളക്ട് ചെയ്യുവാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരു സൈഡിലായി ഈ പ്രാർത്ഥിച്ച ദിവ്യജലം പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അത് പൈപ്പ് വഴിയാണ് അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് വർഷാവർഷം ഇവിടെ സഞ്ചരിച്ച് കടന്നു പോയി. ഇവർക്കെല്ലാം നേരിട്ട് ദിവ്യജലം നൽകുവാൻ വൈദികന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്തരത്തിലൊരു എളുപ്പ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ ഈ ജലം സ്വീകരിച്ച് ആളുകളുടെ രോഗികളും ആയവർക്കെല്ലാം കുടിക്കുവാനും അല്ലെങ്കിൽ ഇവിടെ എത്തുവാൻ കഴിയാത്തവർക്കെല്ലാം കൊടുക്കുകയും ഗിഫ്റ്റുകൾ നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി കുറേ ഇടവകൾ കൂടി ചേരുന്നതാണ് കത്തീഡ്രൽ. ബിഷപ്പ് സ്ഥിരമായി കുർബാന ചൊല്ലുന്ന ഇടമാണ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്നത്. രൂപത അല്ലെങ്കിൽ ഭദ്രാസനം എന്നും ചില സഭകളിൽ ഇത് മഹാ ഇടവക എന്നും അറിയപ്പെടുന്നു. ചരിത്രപരമായോ വലിപ്പം മൂലമോ പ്രധാനപ്പെട്ട രൂപത അല്ലെങ്കിൽ അതിരൂപത അല്ലെങ്കിൽ അതിഭദ്രാസനം അഥവാ ആർച്ച് ഡയോസിസ് എന്നും അതിരൂപത ഭരിക്കുന്ന ബിഷപ്പ് മെത്രോപൊലിത്ത എന്നുമാണ് അറിയപ്പെടുന്നത്. 2003 കണക്ക് പ്രകാരം റോമൻ കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 569 അതിരൂപത മെത്രോപൊലിത്തമാരും 2014 രൂപതകളുമാണുള്ളത്. ബസിലിക്ക എന്നാൽ പോപ്പ് നേരിട്ട് കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പള്ളികളെയാണ് ബസിലിക്കകൾ എന്നറിയപ്പെടുന്നത്. മേജർ ബസിലിക്കയും മൈനർ ബസിലിക്കകളും അങ്ങനെ 2 തരത്തിൽ ബസിലിക്കകളുണ്ട്. ബസിലിക്കയ്ക്കുള്ളിൽ ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് ഏത് സ്ഥലത്തിരുന്നാലും ദിവ്യബലി അർപ്പിക്കുന്ന വൈദികനെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന രീതിയിലും വൈദികർക്ക് എല്ലാ വിശ്വാസികളെയും കാണുവാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിൽ ക്രമീകരണം. വൈദികൻ നിൽക്കുന്ന ആ ഇടം അല്പം ഉയർന്നതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമായി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ കാണുന്ന ആൾത്താരയ്ക്ക് മുൻപിലെ ചെറിയ മേശയിൽ അവിടെ ചെല്ലുന്ന വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടുവാനും ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വൈദികർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയും പിന്നീട് വിശ്വാസികളടക്കം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതേ രീതിയിലാണ് അവിടെ മാതാവും ഔസേപ്പിതാവും എല്ലാം പ്രത്യക്ഷപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഈ ഫോട്ടോയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമേറിയത്. ഇതേ രീതിയിൽ പ്രത്യക്ഷപ്പെട്ട ഇതിന് നേരെ അടുത്ത് കാണുന്ന ചെറിയ പള്ളിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട അതേ രൂപം എങ്ങനെയാണോ ഏത് പൊസിഷനിലാണോ പ്രത്യക്ഷപ്പെട്ടത് അവിടെ തന്നെ അത് കൊത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നോക്കുപള്ളിയിൽ നിന്ന് പയ്യെ വെളിയിലേക്ക് ഇറങ്ങി വിട പറയുകയാണ്. അപ്പം ഇങ്ങനെ ഇറങ്ങുന്നതിനിടയ്ക്ക് ഞാൻ ഈ ഭിത്തിയിൽ കാണുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ചുവരിൽ കാണുന്നതുമായ എഴുത്തുകളും ടൈലുകളിൽ എഴുതി ഒട്ടിച്ച് വച്ചിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ വെളിയിലേക്ക് പോകുന്നത്. ഈ കാണുന്ന ഇതിൽ ഇത് 1.5 മില്യൺ ഗ്ലാസുകൾ ആരാണ് സമർപ്പിച്ചത്, എന്നാണ് സമർപ്പിച്ചത്, എന്തിനു വേണ്ടിയാണ് സമർപ്പിച്ചത്, ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതിവിശാലമായ ഏരിയ ആണെങ്കിലും ഇവിടെ ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പൂന്തോട്ടങ്ങളെല്ലാം അതിസുന്ദരമായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ സഞ്ചാരികൾക്കുള്ള ഇരിപ്പിടങ്ങളും വിശ്വാസികൾക്കുള്ള ഇരിപ്പിടങ്ങളെല്ലാം സുന്ദരമായി ക്രമീകരിച്ചിട്ടുണ്ട്. വർഷത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളും സഞ്ചാരികളുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്.
അങ്ങനെ ഞാൻ പതിയെ ഓരോ കാഴ്ചകളും കണ്ട് ഇതാ ഇവിടെയാണ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രത്യക്ഷപ്പെട്ട അതേ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കല്ലിനെക്കുറിച്ചാണ് ഞാൻ അല്പം മുമ്പേ പറഞ്ഞത്. ഈ കല്ലിലാണ് ആ 15 പേരുടെ സാക്ഷ്യം എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വരി നിന്നിട്ട് ഈ കല്ലിൽ തൊട്ട് വന്ദിക്കുകയും മുത്തം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ജലം ഈ ഭിത്തിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും വരെ ചെയ്യുന്നുണ്ട്. അത്രയേറെ വിശ്വസിക്കുന്ന ഒരു ബസിലിക്കയാണ് ഈ നോക്ക് ബസിലിക്ക. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ബസിലിക്കയിലേക്കും അതിന് സമീപമുള്ള ചർച്ചിലേക്കും ചാപ്പലിലേക്കുമൊക്കെ കുറേ ദൂരം നടക്കാനുള്ളത് കൊണ്ട് ഈ നടക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമുള്ളവരെ കൊണ്ടുവരാനായിട്ട് സൗജന്യ ഗതാഗത സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇടതടവില്ലാതെ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റികളും അതിഗംഭീരമായി അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ പ്രദേശത്താണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിശ്വാസികളുടെ തിരക്ക് മൂലം പലപ്പോഴും കൗണ്ടറുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചർച്ചിന് ഗേറ്റിന് വെളിയിലുള്ള കടകളിലെല്ലാം തന്നെ നമുക്ക് വിശ്വാസികൾക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും വിൽക്കുവാനുള്ളത് കൊണ്ട് അവിടെയും ഇവിടെ ഉള്ളതുപോലെ തന്നെ തിരക്കാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് 1-2 റെസ്റ്റോറൻറ്റുകൾ മാത്രമേ കണ്ടുള്ളൂ എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാണെങ്കിലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇത്തരത്തിൽ വളരെ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. അതുവരെയും സലാം.